ഇന്ന് നമ്മുടെ ക്രോഷ്യ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഇന്നലെ നമ്മൾ CH ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ചെയിൻ അതെങ്ങനെ എടുക്കുന്നതെന്നൊന്നുകൂടെ കാണിച്ചു തരാം. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, 8. ഇപ്പോൾ നമുക്ക് ഒരു 8 ചെയിൻ വെച്ചിട്ട് ഒരു ചെറിയ സ്ക്വയറാണ് ചെയ്യേണ്ടതെങ്കിൽ ആദ്യം നമ്മൾ 8 ചെയിൻ അല്ല ചെയ്യേണ്ടത്, 9 ചെയിൻ ചെയ്യണം. എന്നിട്ട് ഇതിനകത്തോട്ട് എടുക്കാതെ ഈ ലൂപ്പിലോട്ട് എടുക്കണം. ഇത് നമുക്ക് കാണാൻ പറ്റും, 2 ലൂപ്പുണ്ട് ഒരു ചെയിനിന്. 1, 2 ലൂപ്പുണ്ട്. ഞാൻ വേറൊരു വലിയ സൂചി വെച്ച് ചെയ്ത് കാണിച്ചു തരാം. വലിയ സൂചിയിലാകുമ്പോൾ നല്ല ടൈറ്റായിട്ട് കിട്ടത്തില്ല സ്റ്റിച്ച്, പക്ഷെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് വലിയ സൂചി വെച്ച് ചെയ്യുന്നത്. വലിയ സൂചി വെച്ച് നമ്മൾ സമ്മർ ടോപ്പ് പോലെയുള്ള ഡ്രസ്സുകൾ ചെയ്യാറുണ്ട്. നമുക്ക് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9. 8 ചെയിൻ വെച്ചിട്ടുള്ള ചെയ്യണമെങ്കിൽ നമ്മൾ 9 ചെയിൻ ചെയ്യണം. ഇതിൽ 2 ലൂപ്പുണ്ട്. ബാക്കിൽ ഒരു ചെയിൻ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ലൂപ്പുണ്ട്. ഫ്രണ്ടിൽ 2 ലൂപ്പാണുള്ളത്. ആ ലൂപ്പിന് ഈ കാണുന്നതിന് ബാക്ക് ലൂപ്പെന്നും ഇത് ഫ്രണ്ട് ലൂപ്പെന്നും പറയും. ഇത് ചെയിൻ കണക്ട് ചെയ്യുന്ന ഒരു ലൂപ്പാണ്. ഇപ്പോൾ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് 9ാമത്തെ ചെയിനിനകത്ത് നമ്മൾ സൂചി വെക്കത്തില്ല. ഈ 8ാമത്തേനകത്ത് 2 ലൂപ്പിൽ ബാക്ക് ലൂപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നൂല് വലിച്ചെടുക്കണം. എന്നിട്ട് വീണ്ടും നൂല് ഈ 2 ലൂപ്പിൽ കൂടെ വലിച്ചെടുക്കണം. ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ടായിരിക്കും. 1, 2. ഇപ്പോൾ 2 ലൂപ്പ് ഹുക്കിലുണ്ട്. ഒന്നുകൂടെ വലിച്ചെടുത്ത് ആ 2 കയറ്റി കൊണ്ടുവരണം. 2ാമത്തെ സിംഗിൾ ക്രോഷ്യ. 3, 4, 5, 6, 7, 8. ഇപ്പോൾ 8 സിംഗിൾ ക്രോഷ്യ നമുക്ക് കിട്ടി. ഇങ്ങനെ ആയിരിക്കും. ഈ ഗ്യാപ്പ് വരുന്നത് നമ്മൾ വലിയ സൂചി കൊണ്ട് ചെയ്തുകൊണ്ടാണ്. ഇനി ഈ സൈഡിലാണ് അടുത്ത ലൂപ്പ് വരുന്നത്. ഈ സൈഡിൽ ഒരൊറ്റ ലൂപ്പായിട്ടേ കാണത്തുള്ളൂ. ഇവിടെ നമുക്ക് 2 ലൂപ്പ് കാണാൻ പറ്റും.
2 ലൂപ്പുണ്ട് ഇവിടെ. നമ്മൾ ഈ 2 ലൂപ്പിൽ കൂടെയും ചേർത്തായിരിക്കും അടുത്ത സിംഗിൾ ക്രോഷേ ചെയ്യുന്നത്. പിന്നെ ഇത് ഈ രീതിയിലല്ലാതെ ഈ 2 സൈഡിലും 2 ലൂപ്പ് വരത്തക്ക രീതിയിൽ നമുക്ക് ക്രോഷേ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. അത് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. ഈ നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു ലൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ലൂപ്പിൽ ഇട്ടിട്ടായിരിക്കും, ഇൻസേർട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ സിംഗിൾ ക്രോഷേ ചെയ്യുന്നത്. ഞാനിപ്പോൾ 8 ചെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ലൂപ്പ് എടുക്കത്തില്ല. 8ാമത്തെ സ്റ്റിച്ചിൽ ലൂപ്പിൽ കയറ്റി 1 2 ഈ 2 ലൂപ്പ് ബാക്കിൽ തന്നെ കാണും. നമ്മൾ ഈ സിംഗിൾ ലൂപ്പിലാണ് എടുക്കുന്നത്. ബാക്കിലുള്ള 3 4 5 6 7 8. അപ്പം മറ്റേതിനേക്കായും കുറച്ചുകൂടെ ബെറ്ററായിട്ട് രണ്ട് സൈഡിലും 2 ലൂപ്പ് വീതം നമുക്ക് കിട്ടും. കുറച്ചുകൂടെ ടൈറ്റായി ഇരിക്കും. ഇതിലും ടൈറ്റായിട്ടിരിക്കാൻ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പം നമ്മൾ ആദ്യം ഒരു ചെയിൻ എടുക്കണം. എന്നിട്ട് ടേൺ ചെയ്തിട്ട് ആ ചെയിൻ എടുക്കാതെ ഈ 2 ലൂപ്പിൽ കൂടെയും കയറ്റണം. ഈ 2 ലൂപ്പിലും കൂടെ എടുത്തിട്ട് നൂലെടുത്ത്, ഈ നൂല് ഇങ്ങനെ അല്ലാതെ ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുക്കുമ്പോൾ കുറച്ചുകൂടെ നൂല് ബാലൻസ് കിട്ടുകയും ചെയ്യും, കുറച്ചുകൂടെ ടൈറ്റ് ആവുകയും ചെയ്യും. ഇങ്ങനെ അല്ലാതെ ഇങ്ങനെ എടുത്താൽ, രണ്ടാമത് എടുക്കുമ്പോഴും ഇങ്ങനെ എടുക്കണം. ഇത് സിംഗിൾ ക്രോഷേ ആണ്. അടുത്ത 2 ലൂപ്പിലെടുത്ത് ഇങ്ങനെ എടുത്ത് 2 ലൂപ്പിലേക്ക് കയറ്റി എടുത്ത് ഈ 2 ലൂപ്പിലൂടെ പുറത്തെടുക്കണം. ലാസ്റ്റ് സ്റ്റിച്ച് ലൂപ്പ് ശ്രദ്ധിച്ചെടുക്കണം. ഇവിടെ ബാക്കിലോട്ട് കയറിയിരിക്കുകയായിരിക്കും. എടുത്ത് ഈ ആദ്യം ചെയ്ത സ്റ്റിച്ചിനേക്കാളും ടൈറ്റായിട്ടിരിക്കുക രണ്ടാമത്തെ സ്റ്റിച്ച്. ഇത് നമ്മളൊരു 8 സിംഗിൾ ക്രോഷേ 8 സ്റ്റെപ്പായിട്ട് ചെയ്യാം.
അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെയിൻ എടുക്കണം, പിന്നെ തിരിക്കാവൂ. തിരിച്ചിട്ട് ആ ചെയിനിൽ തൊടാതെ ലാസ്റ്റ് സിംഗിൾ ക്രോഷയുടെ ലൂപ്പിലെടുത്ത് യാൺ വലിച്ച് 2 ലൂപ്പിൽ കൂടെ എടുക്കുക. 1 2 3 4 5 6 7 8. ഓക്കെ, ഇങ്ങനെ ഇരിക്കും. ഒന്ന് 2 3 സ്റ്റെപ്പായിട്ടുണ്ട്. നമുക്ക് 8 സ്റ്റെപ്പ് ചെയ്യാം. ഇതാണ് 8 സ്റ്റെപ്പിൽ സിംഗിൾ ക്രോഷ്യ ചെയ്തത്. സിംഗിൾ ക്രോഷ്യ ഇട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് കാണാൻ നല്ല ഭംഗിയായിരിക്കും, നല്ല അടുങ്ങിയിരിക്കും. ബാക്കിയുള്ളതൊക്കെ കുറച്ച് ഗ്യാപ്പ് ഇട്ടായിരിക്കും വരുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ പഠിക്കാം. ഇന്ന് നമ്മൾ സിംഗിൾ ക്രോഷ്യയാണ് പഠിച്ചത്. നാളെ നമ്മൾ HDC ഹാഫ് ഡബിൾ ക്രോഷ്യ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.